ഇനി ഡൽഹിയിലേക്ക് പോയാൽ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി ഉയർത്തുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ധനമന്ത്രിയുടെ ഈ ഉറപ്പ്. വയനാട് പുനരധിവാസത്തിന് കേന്ദ്രം അനുവദിച്ച വായ്പയുടെ തിരിച്ചടവ് കാലാവധി നീട്ടി നൽകണമെന്ന ആവശ്യവും കേരളം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതേസമയം ആശമാരുടെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രി ആ യോഗത്തിൽ ഉന്നയിച്ചില്ല എന്നുള്ളതും നമ്മൾ എടുത്തു പറയണം. ചർച്ചയുടെ വിശദാംശങ്ങൾ അല്പസമയം മുമ്പാണ് പുറത്തേക്ക് വന്നത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ശരത് ലാലാണ് ചേരുന്നത്. ശരത്ത്, ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വാർത്തയാണ് കേന്ദ്രത്തിൽ നിന്നും പുറത്തു വരുന്നത്. വായ്പാ പരിധി ഉയർത്തും എന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുന്നു. ഇനി ഈ വായ്പയുടെ വിനിയോഗവുമായി ബന്ധപ്പെട്ട സമയപരിധി ഉയർത്തുന്ന കാര്യങ്ങളാണ്. അതിലൊക്കെ ഒരു തുടർ നടപടി വളരെ വേഗം ഉണ്ടാകും എന്ന് തന്നെയാണോ പ്രതീക്ഷിക്കേണ്ടത്? കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനുഭാവപൂർണമായ സമീപനം കേരളത്തിന് കിട്ടുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലേ ഈ കൂടിക്കാഴ്ചയിൽ നിന്ന്? ലക്ഷ്മി പറഞ്ഞത് തന്നെയാണ് ശരി. കാരണം കേന്ദ്രത്തിന്റെ ഒരു സൗഹൃദഹസ്തം കേരളത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കത്തിൽ മഞ്ഞുരുക്കൽ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ 9 മണിയോടുകൂടി തന്നെ കേരള ഹൗസിലെ കൊച്ചിൻ ഹൗസിലേക്ക് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ എത്തുകയും സീതാരാമൻ ഒറ്റല്ല, അവരുടെ ഉദ്യോഗസ്ഥരുണ്ട്, 2 ഉദ്യോഗസ്ഥർ, ഉയർന്ന ഉദ്യോഗസ്ഥരും കേന്ദ്ര ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ ജോയിന്റ് സെക്രട്ടറി അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരും എത്തുന്നു. ഈ പ്രാതൽ സൽക്കാരം കേരള സർക്കാരും മുഖ്യമന്ത്രിയും ഒരുക്കുന്നു. അതിൽ കേരള ഗവർണർ പങ്കെടുക്കുന്നു. ചർച്ചകൾ തുടങ്ങുന്നു. ചർച്ച അനൌദ്യോഗികമെന്നാണ് ചർച്ച വ്യക്തമാക്കിയതെങ്കിലും കേരള സർക്കാർ, പക്ഷേ ചർച്ച ഔദ്യോഗികം തന്നെയായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രത്തിന്റെ ഔദ്യോഗിക മന്ത്രിയോടൊപ്പം ഫിനാൻസ് മിനിസ്ട്രിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും കേരള ഫിനാൻസ് സെക്രട്ടറി ജയതിലക് IAS ചർച്ചയിൽ പങ്കെടുത്തത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു ജയതിലക് ആ യോഗത്തിൽ അവതരിപ്പിച്ചത്. കേരളത്തിന്റെ ഫിനാൻസ് സെക്രട്ടറി ജയതിലകാണ് ചർച്ചയിൽ കേരളത്തിന്റെ കാര്യങ്ങളിലെ ഒരു ബ്രീഫിംഗ് ചർച്ചയിൽ നടത്തിയത്, ഔദ്യോഗികതല ബ്രീഫിംഗ് നടത്തിയത്, ഉദ്യോഗസ്ഥതല ബ്രീഫിംഗ് നടത്തിയത്. ഈ ബ്രീഫിംഗിൽ വായ്പാ സമയപരിധി നീട്ടണം, ഈ ദിവസങ്ങൾക്കുള്ളിൽ മാർച്ച് 31-നുള്ളിൽ ഇത്ര തുക ചെലവഴിക്കാൻ കഴിയില്ല, അതേപോലെ വായ്പാ പരിധി കൂട്ടണം. 3, കേരളത്തിന്റെ GST വിഷയത്തിൽ അനുകൂലമായ സമീപനമുണ്ടാവണം. 4, കേരളത്തിലെ പദ്ധതികൾക്ക് അതിവേഗ റെയിൽ മറ്റുള്ള പദ്ധതികൾക്ക് കേന്ദ്രാനുമതി വേണം. ഈ ചർച്ചകളിലാണ് നടന്നത്. ഈ ചർച്ചകളിൽ വളരെ അനുപൂർവപൂർവമായിട്ടാണ് ധനമന്ത്രി പ്രതികരിച്ചത്. വായ്പാ പരിധി ഉയർത്തുന്ന കാര്യത്തിൽ സംസ്ഥാനത്തിന് ഉറപ്പ് നൽകുകയും ചെയ്തു. അതേപോലെ സമയപരിധി നീട്ടുന്ന കാര്യം അത് പ്രധാനമന്ത്രിയോടുകൂടി ആലോചിച്ച് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അക്കാര്യം പ്രധാനമന്ത്രി മൗറീഷ്യയിൽ വന്ന ശേഷം സംസാരിക്കാമെന്ന ഉറപ്പും കേരളത്തിന് നൽകിയിട്ടുണ്ട്. ഏതായാലും ആശാ വർക്കറുടെ പ്രശ്നം ചർച്ചയായിട്ടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന ഈ സൗഹാർദ്ദപരമായ ചർച്ചയ്ക്ക് ഒരു തുടർ ചർച്ചകൾ, ഔദ്യോഗിക തുടർ ചർച്ചകൾക്കും കേന്ദ്ര ധനകാര്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് ഇന്ന് 2 മണിക്ക് കേരളത്തിലെ ഫിനാൻസ് സെക്രട്ടറി ഫിനാൻസ് സെക്രട്ടറി അദ്ദേഹം ഇന്ന് ചർച്ച നടത്തും. ഈ ചർച്ചയിൽ തുറന്നായിരിക്കും കേരളത്തിന്റെ ഔദ്യോഗിക ചർച്ചയിൽ തുറന്നായിരിക്കും ഇത് ഇന്ന് രാവിലത്തെ മുഖ്യമന്ത്രി ധനമന്ത്രി ചർച്ചകളുടെ യഥാർത്ഥ റിസൾട്ട് പുറത്തു വരുന്നത്. ജയതിലകിനോടൊപ്പം തന്നെ കേരള സർക്കാരിന്റെ പ്രതിനിധിയായ ആർസിയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. 2 മണിക്കാണ്. ശരി, ശരത് ലാൽ, ഏതായാലും ഡൽഹിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കേരളത്തിന് വളരെ വളരെ പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ തന്നെയാണ്. ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് കേരളത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന തീരുമാനങ്ങൾ തന്നെ ഉണ്ടായിരിക്കുന്നു എന്ന് പറയാം. അതിൽ ഒരു കാര്യത്തിലാണ്, വായ്പാ പരിധി ഉയർത്തും എന്ന കാര്യത്തിലാണ് ഉറപ്പ് കിട്ടിയിരിക്കുന്നത്. മറ്റെല്ലാ കാര്യങ്ങളിലും ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്ന് ഏതായാലും കേന്ദ്രം അറിയിച്ചിരിക്കുന്നു. ഒരു ടേബിളിനപ്പുറവും ഇപ്പുറവും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്ന നിലയിലേക്ക് മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും തമ്മിലുള്ള ബന്ധമൊക്കെ വളരുന്നത് വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ ശരത് ലാലാണ് ആ കൂടിക്കാഴ്ചയുടെ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.